ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ 4-ാം അധ്യായമായ മായാദർശനത്തിലെ 8-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ശ്ലോകം: ശുക്രികായാം യഥാജ്ഞാനം രജതസ്യ യദാത്മനി കൽപ്പിതസ്യ നിദാനം തത് തമ ഇത്യവഗമ്യതേ. ഒന്നുകൂടി പറയാം. ശുക്രികായാം യഥാജ്ഞാനം രജതസ്യ യദാത്മനി കൽപ്പിതസ്യ നിദാനം തത് തമ ഇത്യവഗമ്യതേ. അന്വയം: യഥാ ശൂക്രികായാം കൽപ്പിതസ്യ രജതസ്യ നിദാനം അജ്ഞാനം ഭവതി, തഥാ ആത്മനി കൽപ്പിതസ്യ ജഗതഃ നിദാനം യത് അജ്ഞാനം തത് തമ ഇതി അവഗമ്യതേ. അർത്ഥം: എപ്രകാരം അജ്ഞാനം മൂലം മുത്തുച്ചിപ്പിയെ വെള്ളിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുവോ, അപ്രകാരം അജ്ഞാനം ഹേതുവായി ബ്രഹ്മത്തിൽ പ്രപഞ്ചരൂപം കാണിക്കുന്ന മായയെ തമഃ എന്ന് പറയുന്നു. ഈ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ ഒരു മായ തന്നെയാണ് വിവിധ രൂപങ്ങളിൽ വിവിധ പ്രകാരത്തിൽ അറിയപ്പെടുന്നത് എന്ന് പറയുകയുണ്ടായി. അവയിൽ 4-ണത്തെ മുൻ ശ്ലോകങ്ങളിലൂടെ നമ്മൾ അറിയുകയും ചെയ്തു. ഈ 4 മായകളും പ്രത്യേകമായി നിൽക്കുന്ന മായയാണോ അതോ ഇവ തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ എന്ന് പരിശോധിക്കുന്നതായാൽ ഒന്നിൻ്റെ തുടർച്ചയാണ് മറ്റുള്ളവ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇവ തമ്മിൽ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം പറയപ്പെട്ട വിദ്യയും അവിദ്യയും എടുക്കുക. അവ രണ്ടും പരസ്പര വിരുദ്ധം ആയ രണ്ടറിവുകളാണ്. അവിദ്യ പ്രപഞ്ചം ഉള്ളതാണെന്നും അത് സത്യമാണ് എന്നും ഉള്ള അറിവും, വിദ്യ പ്രപഞ്ചം മിഥ്യയാണ് എന്നും ബ്രഹ്മമാണ് സത്യമായിട്ടുള്ളത് എന്നും ഉള്ള അറിവും ആണ്. അവിദ്യയുടെ അറിവിലുള്ള പ്രപഞ്ചത്തെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് അതിൻ്റെ പൊള്ളത്തരം മനസ്സിലാകുമ്പോഴാണ് വിദ്യ പറയുന്ന ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മമാണ് സത്യം എന്ന അറിവ് ഉണ്ടാകുന്നത്. അതായത് ഈ രണ്ടറിവുകളും ഉണ്ടായത് പ്രപഞ്ചത്തെ ആധാരമാക്കിയാണ്. ഇപ്പോൾ അറിയേണ്ടത് ഈ രണ്ടറിവുകൾക്കും, അതായത് വിദ്യയ്ക്കും അവിദ്യയ്ക്കും കാരണമായ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ഇവിടെയാണ് പരയും അപരയും വരുന്നത്. സ്ഥൂലസങ്കല്പനാമയിയായ അപര എന്ന മായാശക്തിയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന് വരുന്നു. അപര എന്തിനു വേണ്ടി എങ്ങനെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന ചോദ്യം ഇവിടെ ഉദിക്കുന്നു. ഉത്തരം: പരപ്രകൃതിയുടെ സൃഷ്ടിയായ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ എന്നിവ അടങ്ങിയ പ്രകൃതിയുടെ ഭോക്തൃരൂപത്തിൻ്റെ ഭോഗ്യവസ്തുവായിട്ടാണ് അപരപ്രകൃതി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അതും പ്രകൃതിയുടെ ഭോഗ്യരൂപമായ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ആശ്രയിച്ചാണ് പ്രപഞ്ച സൃഷ്ടി ചെയ്തത്. അതായത് പര എന്ന പ്രകൃതിയുടെ തുടർച്ചയാണ് അപര എന്ന പ്രകൃതി എന്ന് പറയാവുന്നതാണ്. ഇനി ഇവിടെ പറയപ്പെട്ട 4 മായകൾ തമ്മിലുള്ള പരസ്പര ബന്ധം എങ്ങനെ എന്ന് നോക്കാം. അപരപ്രകൃതിയുടെ
സൃഷ്ടിയായ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടാണ് പരപ്രകൃതിയുടെ സൃഷ്ടിയായ മനസ്സിൽ പ്രപഞ്ചം സത്യമാണ് എന്ന അറിവുണ്ടായത്. ആ അറിവിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. ഈ അവിദ്യയുടെ അറിവ് പരാ എന്ന മായയിൽ നിന്നുണ്ടായ മനസ്സിൽ ഉണ്ടായ സങ്കല്പം മാത്രം ആണ് എന്ന അറിവിനെ ആധാരമാക്കിയാണ് വിദ്യ എന്ന മായ, ബ്രഹ്മമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ് എന്ന അറിവിൽ എത്തിയത്. ഇത്രയും അറിയുമ്പോൾ ഇതെല്ലാം ഒരേ മായയുടെ പ്രവർത്തനം തന്നെ, പ്രവർത്തനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് എന്ന് മനസ്സിലാകും. ഇനി 7ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. ഇതിൽ തമസ് എന്ന മായയെ പറ്റിയാണ് പറയുന്നത്. മുത്തുച്ചിപ്പിയെ അജ്ഞത മൂലം വെള്ളി ആണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ പ്രപഞ്ചത്തെ ഈ രൂപത്തിൽ ഉള്ളതായി തമസ് എന്ന മായയുടെ പ്രവർത്തനത്താൽ നാം തെറ്റായി വിശ്വസിക്കുന്നു എന്നതാണ് ഈ ശ്ലോകത്തിലെ ആശയം. മുത്തുച്ചിപ്പിയെ വെള്ളിയായിട്ട് തെറ്റിദ്ധരിക്കുന്നത് കയറിനെ സർപ്പമായിട്ട് തെറ്റിദ്ധരിക്കുന്നത് പോലെയോ മണ്ണിനെ കുടമായിട്ട് കാണുന്നത് പോലെയോ ഉള്ള കാഴ്ചയല്ല. അതായത് ഈ കാഴ്ച വിവർത്തമോ പരിണാമമോ മൂലം ഉണ്ടായതല്ല എന്നർത്ഥം. ഇത് അജ്ഞത മൂലം ഉണ്ടായ തെറ്റിദ്ധാരണയാണ്. അറിവിൻ്റെ അഭാവത്തെയാണല്ലോ അജ്ഞത എന്ന് പറയുന്നത്. അതുപോലെ പ്രകാശത്തിൻ്റെ അഭാവമാണ് തമസ്. അതുകൊണ്ട് അജ്ഞാനത്തിന് കാരണമായ ഈ മായയെ തമസ് എന്ന് അറിയപ്പെടുന്നു. ആത്മസ്വരൂപമായ ഞാൻ എങ്ങനെ അജ്ഞാനത്തിൽപ്പെട്ടു? അതായത് ഈ തമസ് എന്ന മായ എങ്ങനെ എന്നെ ബാധിച്ചു? അതിൻ്റെ വഴി ജനനീ നവരത്ന മഞ്ജരിയിൽ ഇപ്രകാരം പറയുന്നു: ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്നു, ആശു തന്മതി മറന്നു. ആത്മാവ് ത്രിപുടിയിൽ പെട്ടുപോയതാണ് കാരണം. എനിക്ക് അറിയാൻ ഞാനല്ലാതെ മറ്റൊരു വസ്തുവായ പ്രപഞ്ചം ഉണ്ടാകുന്നു. ഞാൻ അതിനെ അറിയാനുള്ള ശ്രമത്തിൽ ഞാൻ ആരാണ് എന്ന് മറന്നുപോകുന്നു. ഞാൻ പ്രപഞ്ചത്തെ അറിയുന്നവനും പ്രപഞ്ചം എന്നാൽ അറിയപ്പെടുന്ന വസ്തുവും ഞാനും ഈ പ്രപഞ്ചവും ഇപ്രകാരം നിലനിൽക്കുന്നു എന്നുള്ള അറിവും. ഇങ്ങനെ അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, അറിവ് എന്നിങ്ങനെ മൂന്നും ചേർന്ന് ത്രിപുടിയായത് തന്നെയാണ് അജ്ഞത. ഈ അജ്ഞത തന്നെയാണ് തമസ് എന്ന മായ. മുൻപ് പരയുടെ സൃഷ്ടിയായി പറയപ്പെട്ട ഇന്ദ്രിയാണി മനോബുദ്ധി പഞ്ചപ്രാണാദികളും അപരപ്രകൃതിയുടെ സൃഷ്ടിയായ പ്രപഞ്ചവും എല്ലാം ഞാൻ ആത്മാവാണ് എന്ന തത്വം മറന്ന് പ്രകൃതി തന്ന മൂടുപടങ്ങൾ അണിഞ്ഞ് പ്രകൃതിക്ക് അധീനനായി ദേഹാഭിമാനിയായി ഭവിച്ചതിൻ്റെ പരിണതഫലമാണ്. ആത്മോപദേശ ശതകത്തിൽ പറയുന്ന അറിവിലിരുന്ന് ഒരഹന്ത ആദ്യമുണ്ടായി വരും, അതിനോടൊരിതന്ത വാമയായും വരും. അതായത് അറിവായ ആത്മാവായ ഞാൻ ദേഹാദികളോടുകൂടിയ ഞാൻ ആയപ്പോൾ ഉണ്ടായതാണ് അഹന്ത. ആ അഹന്തയിൽ നിന്നാണ് പ്രപഞ്ചമാകുന്ന ഇതന്ത ഉണ്ടായത്. ഇത് രണ്ടും മായയുടെ ആവരണങ്ങളാൽ മറയ്ക്കപ്പെട്ട ആത്മാവിനെ ആധാരമാക്കി നിർമ്മിക്കപ്പെട്ട അജ്ഞതയുടെ സങ്കല്പ സൃഷ്ടിയാണ്. അഹങ്കാരം, ബുദ്ധി, മനസ്സ്, പ്രാണൻ, ദേഹം ഇതെല്ലാം മായ ഉണ്ടാക്കിയ ആവരണങ്ങളാണ്. ഇവയെല്ലാം മായയാണ് എന്ന് പറയാൻ കാരണം ഞാൻ ആത്മാവാണ് എന്ന അറിവിൽ എത്തുമ്പോൾ
സൂര്യോദയത്തിൽ നക്ഷത്രങ്ങൾ മാഞ്ഞു പോകുന്നത് പോലെ ഇതെല്ലാം മിഥ്യയായി ഭവിക്കുന്നതാണ്. ആത്മജ്ഞാനത്തെ മറയ്ക്കുന്ന മായയുടെ സൃഷ്ടിയാണ് ഇതെല്ലാം. അങ്ങനെയുള്ള തമസ്സാകുന്ന മായാശക്തിയാണ് ഇല്ലാത്ത പ്രപഞ്ചസങ്കല്പത്തെ മനസ്സിൽ ഉണ്ടാക്കി പ്രദർശിപ്പിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.